പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് കുടുംബങ്ങളിലും സമൂഹത്തിലും വ്യക്തിബന്ധങ്ങളിലുമെല്ലാം ദൈവത്തിൻ്റെ ദൈവികമായ ശക്തി തെളിയിക്കുന്ന തിരുവചനം, ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന വചനം, നമ്മെ ശക്തിപ്പെടുത്തുന്ന, ധീരതയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് ശക്തി തരുന്ന ഈ വചനത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട്, ഒരു പരിവർത്തനം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് പരിശുദ്ധ സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തിബന്ധങ്ങളിലൊക്കെ നിറഞ്ഞ് അഭിഷേകമുള്ള അനുഗ്രഹിക്കപ്പെട്ട മക്കളാകുവാൻ ഈ വചനം ഇങ്ങനെ നമുക്ക് ആവർത്തിക്കാം. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലെ 7 മുതൽ 9 വരെയുള്ള വചനത്തിലൂടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയാൻ, ധീരത നമുക്കുണ്ടാകാനായിട്ട്, ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് അഭിഷേകമുള്ള മക്കളാകുവാൻ, ഏത് പ്രലോഭനവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശക്തി, ഊർജം ഈ വചനത്തിലൂടെ നമുക്ക് സ്വന്തമാക്കാം. ഈ വചനം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. 1 മുതൽ 7 മുതൽ വചനത്തിൽ ഇങ്ങനെയാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയിക്കും. ഗ്രന്ഥം എപ്പോഴും നിന്റെ ആദരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. മോശ വഴി നമ്മുടെ ജീവിതത്തിലേക്ക് കൽപ്പനകൾ തന്നുകൊണ്ട് എന്നും വിശുദ്ധിയോടുകൂടി വിശുദ്ധരായി ജീവിക്കുവാൻ, ദൈവ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാൻ നമ്മുടെ മുൻപിലൊരു നിയമം വെച്ചിട്ടുണ്ട്. ഈ നിയമവും ചട്ടവും ഒക്കെ പാലിച്ച് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായി മാറിയാൽ നീ ചെയ്യുന്ന ജോലിയുടെ കൂടെ, നീ ഏറ്റെടുക്കുന്ന പ്രവർത്തന മേഖലകളിൽ, നീ പുതുതായി ചെയ്യുന്ന നിൻ്റെ എല്ലാ പ്രസ്ഥാനത്തിൻ്റെ മുൻപിൽ, ഏത് സ്ഥാപനത്തിൽ, ഏത് മേഖലയിൽ തുടക്കമാണ് നീ ഇടുന്നത്, ബിസിനസ് മേഖലകളാണെങ്കിൽ, നീ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന മേഖലയാണെങ്കിൽ, ജോലി അന്വേഷിക്കുന്ന മേഖലയിലാണെങ്കിൽ, നിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ പറ്റും. ഈ തിരുവചനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ മുമ്പിൽ ആമേൻ പറഞ്ഞത് സ്വീകരിക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവമേ, ദൈവ കൽപ്പനകൾ പാലിച്ച് മോശ വഴി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്ന ഈ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ധീരതയോടുകൂടി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ ഈ ഭൂമിയിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അഭിഷേകത്തോടും അനുഗ്രഹത്തോടും കൂടി നിറവേറ്റുവാൻ ദൈവമേ, ഈ വചനത്തിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങളെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.